Okay. Morning. Rafi, good morning. അപ്പോൾ ആദ്യമേ നമുക്കൊരു പ്രയർ ആണ്. 2 മിനിറ്റ് നമുക്ക് പ്രയറോട് ക്ലാസ് തുടങ്ങാം. ഓക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും അവരുടെ വീഡിയോയും ഓഡിയോ ഒക്കെ ഓഫ് ചെയ്യാം. ഓക്കെ. ദെൻ എല്ലാ ദിവസവും പറയുന്നത് പോലെ ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് ക്ലാസ്സിന് നമ്മൾ തുടങ്ങുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ തിയറി അല്ല, പകരം ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ അയച്ചു തന്നിട്ടുണ്ടാവും. അപ്പം ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലുണ്ടോ നോക്കുക. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് അതിന്റെ ഓപ്ഷൻസ് വായിക്കാം. അപ്പൊ ആദ്യമേ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം നമുക്ക് UPSC നെയിമിന്റെയും ഐസോമർസത്തിന്റെയും ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള ചെയ്യാം. അതിനുശേഷം ഓരോ കോമ്പൗണ്ടിന്റെ റൂട്ട് മാപ്പായിട്ട് ഞാൻ പോവുകയാണ്. അപ്പൊ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു സീരിയസ്നെസ് കൊടുത്ത് ക്വസ്റ്റ്യനെ മനസ്സിലാക്കി ചെയ്യാം. അപ്പൊ എന്തെങ്കിലും സംശയം ഇടയ്ക്ക് വരുവാണെങ്കിൽ ഇടയ്ക്ക് കയറി ചോദിക്കണ്ട. പറഞ്ഞു തീർന്നതിന് ശേഷം ഞാൻ ഗ്യാപ്പ് തരാം. അന്നേരം നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അന്നേരം നമ്മൾ ഓരോ ക്വസ്റ്റ്യനും പറഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് സമയം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോഴേ പറയുക. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും പഠിച്ചു പോകുന്നതാണ്. പിന്നെ ഹൈഡ്രോ കാർബൺ ആണ്. ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസ് പ്രിൻസിപ്പിളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് പറയും. പിന്നെ അതുപോലെ കാർബ് കാറ്റോണിന്റെയും കാർബ് ആനോണിന്റെ ഒക്കെ സ്റ്റെബിലിറ്റി മാത്രം, അതായത് കഴിഞ്ഞ ടോപ്പിക്കിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അതിന്റെ മാത്രമായിട്ട് ഒരു നോട്ട് ഞാൻ അയച്ചു തരും. അതായത് എല്ലാം കൂടെ ചേർത്ത് ചെറിയൊരു ഷോർട്ട് നോട്ടായിട്ട് അയച്ചു തരും. അത് വായിച്ച് പഠിക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അതിന് ക്വസ്റ്റ്യനും അയച്ചു തരാൻ പറയും. അപ്പൊ ഒന്നുകൂടെ പറയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ചത് അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. The correct ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ, കയ്യിലുണ്ടാവുമല്ലോ. കയ്യിലുണ്ടല്ലോ. അത് കാണാവുന്ന രീതിയിൽ നമ്മുടെ കയ്യിലോട്ടേക്ക് എടുക്കുക. ക്വസ്റ്റ്യൻ തുടങ്ങുകയാണ്. ഇതാണോ ക്വസ്റ്റ്യൻ നോക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് നോക്കുക. The correct IUPAC name of the compound with the molecular formula. അതാണോ ക്വസ്റ്റ്യൻ? അതെ. അപ്പൊ നമ്മുടെ ആ ക്വസ്റ്റ്യൻ ഞാൻ തുടങ്ങുകയാണ്. അപ്പൊ ജസ്റ്റ് നോട്ട് ചെയ്തോളാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. CH3 thrice CH3. The correct IUPAC name of this compound is CH3 thrice CH3. ഇതാണ് കോമ്പൗണ്ട്. അതിന്റെ കറക്റ്റ് IUPAC നെയിം. അപ്പൊ ഒരു C ഉള്ളൂ. ആ സിയുടെ 4 വാലൻസിലോട്ട് ഞാൻ പോവാണ്. അപ്പൊ ഇവിടെ 3 വാലൻസിയിൽ CH3, നാലാമത്തെ വാലൻസിൽ CH3. കണ്ടോ? അപ്പൊ കാർബൺ 1 അതിന്റെ 4 വാലൻസി കണ്ടൻസ് ചെയ്ത് എഴുതിയേക്കോ. അത് കണ്ടോ? ഇതാണ് അതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല. കാർബണിന്റെ 4 വാലൻസി, ആ 4 വാലൻസി കണ്ടൻസ് ചെയ്ത് എഴുതിയേക്കാണ് ഇവിടെ. അപ്പൊ അതിനെ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുലയിലോട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതാണ് അതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല വന്നത്. അപ്പൊ അതിനെ ലോങ്സ്റ്റ് ചെയിൻ എടുക്കാൻ പറയുമ്പോൾ ഇതും ലോങ്സ്റ്റ് ചെയിൻ ആണ്, ഇതും ലോങ്സ്റ്റ് ചെയിൻ ആണ്. നമുക്ക് ഏത് വേണോ അതിനെ എടുക്കാം ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട്. അപ്പൊ 1, 2, 3 2,2 ഡൈമീഥൈൽ പ്രൊപ്പ്. കാർബൺ ആറ്റം വേർഡ് റൂട്ട് പ്രൊപ്പ്.
ബോണ്ട് സിംഗിൾ ബോണ്ട്. അപ്പൊ പേര് IUPAC നെയിം എന്തായാലും 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്ന് വരും. 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്ന് പറയും അതിന്റെ IUPAC നെയിം. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, the IUPAC name of the compound will be. വീണ്ടും നെയിമിംഗ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ക്ലാസ് എടുത്തപ്പോഴേ പറഞ്ഞായിരുന്നു, നെയിമിങ്ങിന്റെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഐസോമർസത്തിന്റെ ക്വസ്റ്റ്യൻ ചെയ്യും, ദെൻ അത് കഴിഞ്ഞിട്ട് ഹൈഡ്രോ കാർബൺ പോകും എന്നാണ് പറഞ്ഞത്. അപ്പം അടുത്തത് IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട് വിൽ ബി. തന്നിരിക്കുന്ന കോമ്പൗണ്ട് IUPAC നെയിം കോമ്പൗണ്ട് ഞാൻ എഴുതുകയാണ്. CH3 ടോയ്സ് CH2 CH3 CH2 CHCl CH3. ഇതാണ് കോമ്പൗണ്ട്. അവിടെയും താണ്ടെ വാലൻസി ചെയിനകത്ത് വരുന്ന കാർബൺ ഇതാ കണ്ടോ. ഈ കാർബണിന് 4 വാലൻസിൽ 2 വാലൻസി CH3. അപ്പൊ ഇതിനെ കണ്ടൻസ് ചെയ്യുമ്പോഴാണ് ബ്രാക്കറ്റിനകത്ത് CH3 വരുന്നത്, റാഡിക്കൽ വരുന്നത്. ഇതിനെ കണ്ടൻസ് ചെയ്യുമ്പോഴാണ് ബ്രാക്കറ്റ് ഇട്ട് എഴുതുന്നത്. ഒരു വാലൻസിയും ബ്രാക്കറ്റിനകത്ത് വരുന്നത്. അപ്പം അത് CH2 CH3. ഈ കാർബണിന്റെ ബ്രാക്കറ്റിനകത്ത് വരുന്ന നമ്മൾ സൈഡായിട്ട് എഴുതത്തുള്ളൂ. അപ്പൊ ഒരു കാർബൺ ഇട്ടിട്ട് ബ്രാക്കറ്റിൽ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ സൈഡായിട്ടേ നമ്മൾ എഴുതത്തുള്ളൂ. ദെൻ CH2 CH വീണ്ടും ബ്രാക്കറ്റ്, അപ്പൊ Cl CH3. ഇതാണ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് ലോങ്സ്റ്റ് ചെയിൻ നോക്കുമ്പോൾ നമുക്കറിയാം ഇതായിരിക്കും ലോങ്സ്റ്റ് ചെയിൻ അല്ലെ. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് കൊണ്ട് തന്നെ ഇവിടുന്ന് നമ്പർ തുടങ്ങേണ്ടി വരും. ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ ഇതായിരിക്കും ലോങ്സ്റ്റ് ചെയിൻ, വേറെ ഒന്നും നോക്കേണ്ടി വരത്തില്ല. അപ്പൊ 1 2 3 4 5 6. അപ്പൊ വേഡ് റൂട്ട് ഹെക്സ് വരുന്നത് വേഡ് റൂട്ട് ഹെക്സ് വരുന്ന ഓപ്ഷൻ, വേഡ് റൂട്ട് ഹെക്സ് വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. എ ഓപ്ഷനും ഹെക്സ് ആണ്, ലാസ്റ്റ് ഡി ഓപ്ഷനും ഹെക്സ് ആണ്. അപ്പൊ നമുക്ക് വേഡ് റൂട്ട് ഹെക്സ് വരുന്ന 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻസർ ഓപ്ഷൻ എയും ഉണ്ട് ഡിയും ഉണ്ട്. അപ്പൊ അതിൽ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ 2 ക്ലോറോ. അപ്പൊ ഈ ഡിയിലാണ് 2 ക്ലോറോ വന്നിരിക്കുന്നത്. 2 ക്ലോറോ 4 ഡൈമീഥൈൽ. 2 ക്ലോറോ 4,4 ഡൈമീഥൈൽ ഹെക്സൈൻ. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. 4 ക്ലോറോ 2 ക്ലോറോ 4,4 ഡൈമീഥൈൽ ഹെക്സൈൻ. ആൻസർ ഓപ്ഷൻ ബി. അപ്പൊ ഒന്നിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മൂന്നാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അല്ല മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 3. 2 ക്വസ്റ്റ്യനെ പറഞ്ഞോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൊണ്ട് മാത്രം ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാർ. അപ്പൊ ആൻസർ പറഞ്ഞ പോലെ നമുക്ക് അതോ ഓപ്ഷൻ മൊത്തം പറയണോ? വേണ്ട, കാണാം. കാണാം. നമ്മുടെ പുതിയ റിപ്പീറ്റേഴ്സിന് ശ്രദ്ധിക്കുക, അവര് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ നേരത്തെ ഇരുന്നവർക്ക് ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, എങ്കിലും ബേസ് തൊട്ട് എല്ലാ IUPACനെയും ഇതുവരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇതുവരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. The IUPAC name of the following: CH3 CH3 twice
CH2 CH double bond CH2 is. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ നമുക്ക് CH3 ബ്രാക്കറ്റിലല്ല, അപ്പൊ ചെയിനകത്ത് വരുന്ന കാർബൺ സി. അപ്പൊ ഇത് രണ്ട് ബ്രാക്കറ്റിൽ വന്നത് കൊണ്ട് തന്നെ സൈഡ് ആയിട്ട് കൊടുത്തു. Then CH2 CH ഡബിൾ ബോണ്ട് CH2. ഇവിടെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ലോങ്സ്റ്റ് ചെയിൻ ഏതാന്ന് ചോദിച്ചാൽ ഒറ്റ ചെയിനുള്ളൂ, ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ. ഇനി ഇതെടുക്കാം, ഇതും എടുക്കാം, എല്ലാം ഒരേപോലെ ഉള്ളൂ, ചെയിൻ എല്ലാം ഒരേപോലെ ഉള്ളൂ. അപ്പൊ നമ്പർ കൊടുക്കുമ്പോൾ 1 2 3 4 5 നമ്പർ. ഇനി മീഥൈൽ ഗ്രൂപ്പ് 4ൽ രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ 4,4 ഡൈമീഥൈൽ, 4,4 ഡൈമീഥൈൽ 5 കാർബൺ തരുന്നു. അപ്പൊ 5 കാർബൺ ആകുമ്പോൾ പെന്റ് വരും. അപ്പൊ 4,4 ഡൈമീഥൈൽ പെന്റ് ഒന്നിലാണ്. അപ്പൊ പെന്റീൻ. പേര് വളരെ സിമ്പിൾ ആണ്. 4,4 ഡൈമീഥൈൽ പെന്റീൻ. 4,4 ഡൈമീഥൈൽ പെന്റീൻ. ഓക്കെ, 4,4 ഡൈമീഥൈൽ പെന്റീൻ. ഇതാണ് അടുത്ത്. അപ്പൊ അതിന്റെ 3ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോവാണ്. The IUPAC name of the compound. താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ IUPAC നെയിം ആണ് C ഡബിൾ ബോണ്ട് C, Cl, CH3, CH2 CH3, then iodine. ഇതാണ് കോമ്പൗണ്ട്. ഇതിന്റെ IUPAC നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ IUPAC നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് ഇതാണ്, കണ്ടോ? ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ. CH3 Cl ഡബിൾ ബോണ്ട് C, ഇവിടെ ഒരു അയഡിൻ വരും, then CH2 CH3. ഇങ്ങനെ ലോങ്സ്റ്റ് ആയിട്ട് എടുത്തെഴുതാം, ഇങ്ങനെ എഴുതാം. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകത, നമുക്ക് ജോമെട്രിക്കൽ ഐസോമറും കൂടാതെ. ഇതിന്റെ ജോമെട്രിക്കൽ ഐസോമർ ആണ്. അപ്പൊ ഇത് സിസ് ഫോം ആണോ ട്രാൻസ്ഫോം ആണോ എന്നൊരു ക്വസ്റ്റ്യൻ വരും. ട്രാൻസ് ആണോ സിസ് ആണോ? അപ്പൊ നമുക്ക് പ്രയോറിറ്റി ഓർഡർ കൊടുക്കുമ്പോഴത്തേക്ക് അറ്റോമിക് നമ്പർ, കാർബണിന്റെ അറ്റോമിക് നമ്പറിനേക്കാൾ അയഡിന്റെ അറ്റോമിക് നമ്പർ ആണ് കൂടുതൽ. അപ്പൊ ഇതിന് 1 എന്നും ഇതിന് 2 എന്നും കൊടുക്കും. ഇവിടെയും അറ്റോമിക് നമ്പർ, കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആണ്, ഇവിടെ ക്ലോറിൻ ആണ്. അപ്പൊ ഇവിടെ 1 ഇവിടെ 2. അപ്പൊ 1 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് പൊസിഷനിൽ വന്നത് കൊണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ നോക്കും. ആ അറ്റോമിക് നമ്പർ ഹയർ ഉള്ള ആൾക്ക് 1, കുറവുള്ള ആൾക്ക് 2. അപ്പൊ ഇത് ഓപ്പോസിറ്റ് പൊസിഷനിൽ വന്നത് കൊണ്ട്, ഡബിൾ ബോണ്ടിന്റെ ഓപ്പോസിറ്റ് പൊസിഷനിൽ വന്നതുകൊണ്ട് ഇത് ട്രാൻസ് ഐസോമർ. അപ്പൊ ഇത് സംഭവം ട്രാൻസ് ഐസോമർ ആണ്. അപ്പൊ ഇത് പേര് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡബിൾ ബോണ്ട് കൊടുക്കാം പ്രയോറിറ്റി. അപ്പോൾ 1 2 3 4 5 ഡബിൾ ബോണ്ടിന് ലീസ്റ്റ് നമ്പർ എഴുതി കൊടുത്തു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് 2 ക്ലോറോ 3 അയഡോ ട്രാൻസ് വരാനുള്ള കാര്യം നമ്മൾ പ്രലോഭൻ സിസ്റ്റം അനുസരിച്ച് നമ്പർ കൊടുത്തു. ആ നമ്പർ കൊടുത്തപ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് പൊസിഷൻ വന്നതുകൊണ്ട് ട്രാൻസ്. അപ്പൊ ട്രാൻസ് 2 ക്ലോറോ 3 അയഡോ, ട്രാൻസ് 2 ക്ലോറോ 3 അയഡോ പെന്റ് 2E, ട്രാൻസ് 2 ക്ലോറോ 3 അയഡോ പെന്റ് 2E. ഇതാണ് അതിന്റെ IUPAC നിയമം. അപ്പൊ ട്രാൻസ് വരാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ജോമെട്രിക്കൽ ഐസോമർ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് കാണും. ആ ഡബിൾ ബോണ്ടിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന വിനി വരുന്ന 2 കാർബൺ ബോണ്ട്, അതിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ വ്യത്യാസം വരും. അത് നോക്കി,
ഇതാണ് അതിന്റെ സിസ് ഐസോമർ. ഇനി ട്രാൻസ് എഴുതാൻ പറയുമ്പോഴത്തേക്ക് ഒരിടത്ത് മാറ്റമില്ല, ഒരെണ്ണം മാറും. അപ്പൊ ഇത് ഓപ്പോസിറ്റ് പൊസിഷൻ, ഇത് ട്രാൻസ് ഐസോമർ. ഇനി സിസ് ഐസോമർ ആണോ ട്രാൻസ് ഐസോമർ ആണോ നോക്കാൻ നമുക്ക് നമ്പർ സിസ്റ്റം, അതായത് കോൺ ഇൻവോൾവ് എടുക്കുമ്പോഴത്തേക്ക് കാർബണിനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ നോക്കണം. ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൾ സി, അതിന്റെ അറ്റോമിക് നമ്പർ 6. ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന അയോഡിൻ, അറ്റോമിക് നമ്പർ കൂടുതലുള്ള ആൾക്ക് 1, കുറവുള്ള ആൾക്ക് 2. അവിടെ ഇവിടെ അറ്റോമിക് നമ്പർ കൂടുതലുള്ള ആൾക്ക് 1, 2. ഒന്നാമത്തത് നമ്പർ കൊടുത്ത ആൾ ഓപ്പോസിറ്റ് പൊസിഷനിൽ വന്നതുകൊണ്ട് ട്രാൻസ് എന്ന് ഞാൻ വിളിച്ചു. അപ്പൊ ട്രാൻസ് ഐസോമറുമായി സിസ് ഐസോമറുമായി. അപ്പൊ എന്നാണ് ട്രാൻസ് ഐസോമർ ഐസോമർ മനസ്സിലായി. ഓക്കെ, ക്വസ്റ്റ്യൻ 4ന്റെ ആൻസർ എ. അപ്പൊ ക്വസ്റ്റ്യൻ 1ന്റെ ആൻസർ സി ആണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 3ന്റെ ആൻസർ ബി ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ ആൻസർ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, the incorrect IUPAC name of is. ഇൻകറക്റ്റ് IUPAC നെയിം ആ ചോദിച്ചിരിക്കുന്നത്, ഇൻകറക്റ്റ് IUPAC നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഓപ്ഷൻ മൊത്തം നോക്കേണ്ടി വരും. അപ്പൊ ഓരോ ഓപ്ഷനായിട്ട് ഞാൻ ചെയ്ത് നോക്കാം, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ CH3, C ഡബിൾ ബോണ്ട് O, CH3, ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. അപ്പൊ അതിന്റെ പേര് ഞാനങ്ങ് ചെയ്ത് നോക്കുകയാണ്. ഇത് കീറ്റോ ഗ്രൂപ്പ് ആണ്, കീറ്റോ. അപ്പൊ പ്രയോറിറ്റി 1, 2, 3, 4. അപ്പൊ ആൻസർ 3-methyl 2-butanol. അപ്പൊ അവിടെ നോക്കി തിരിഞ്ഞു വന്ന് പോയി കണ്ടോ, അത് ഒന്നാമത്തെ ആൻസർ തന്നെ തെറ്റാവുന്നേക്കണം. അപ്പൊ ഇൻകറക്റ്റ് ചോദിച്ചാൽ അവിടെ തന്നിരിക്കുന്നത് ഇങ്ങനെ നോക്കിയേ, 2-methyl 3-butanol എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 പൊസിഷനും മാറിപ്പോയി. അപ്പൊ ഇൻകറക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇൻകറക്റ്റ് ഏതാണ്? ഇൻകറക്റ്റ് 5ന്റെ ആൻസർ ഓപ്ഷൻ എ തന്നെ ഇൻകറക്റ്റ് ആണ്. 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ തന്നെ ഇൻകറക്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്തില്ല, 5 ക്വസ്റ്റ്യനെ ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 6. ഓ സാർ, 5-ല് ബിയിലേ ഡബിൾ ബോണ്ട് വരുമ്പോ ആ ചെയിൻ അല്ലേ പേരന്റ് ആയിട്ട് എടുക്കേണ്ടത്? 2,3 അതും തെറ്റാണല്ലേ? അതെ. പക്ഷെ അവിടെ വാലൻസി കണ്ടോ? സിംഗിൾ ബോണ്ട് വരേണ്ടതായിരുന്നു കേട്ടോ. വാലൻസി കണ്ടോ? അതിനകത്ത് ക്വസ്റ്റ്യൻ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. മനസ്സിലായോ? മനസ്സിലായി. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ CH2 അല്ല അവിടെ കേട്ടോ. അപ്പം ബാലൻസിലുള്ള പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ ഓപ്ഷനും നോക്കിയില്ല. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ നോക്കിയപ്പോ ഇൻകറക്റ്റ് കണ്ടത് കൊണ്ട് ഞാൻ ആൻസർ ആണെന്ന് പറഞ്ഞത്. ഞാൻ താഴോട്ട് നോക്കിയില്ല. നോക്കാത്തതിന്റെ കാരണം ഇതാണ്, ഒരു ആൻസറിലെ കറക്റ്റ് എന്ന് തോന്നിയത് കൊണ്ട് നോക്കാനില്ല കേട്ടോ. ആരാണ് ചോദിച്ചാൽ പേര്? ഭവ്യ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 6 പോവാണ്. The accepted IUPAC name of the compound. താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ accepted IUPAC name ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് സ്ഥിരമായിട്ട് ഞാൻ പറയുകയാണ്, ഈ അൺഹൈഡ്രേറ്റ് എന്നുള്ളത്, ആസിഡ് അൺഹൈഡ്രേറ്റ് എന്നുള്ളത് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. 3 ഓക്സിജൻ വരുമ്പോ അത് ആസിഡ് അൺഹൈഡ്രേറ്റ് ആണ്. 3 ഓക്സിജൻ വരുമ്പോ അതാണ്. നോക്കി ഞാനത് വരച്ച് കാണിക്കുകയാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് 1, 2, 3, 4, 5. ഇവിടെ ഞാൻ നമ്പർ നോക്കുന്നില്ല. നമ്പർ നോക്കിയിട്ട് കഥയില്ല, കാരണം അൺഹൈഡ്രേറ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ കാർബൺ നമ്പർ കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ നോക്കിയത് എത്ര കാർബൺ ഉണ്ടെന്ന്, എത്ര കോർണർ ഉണ്ടെന്ന് നോക്കിയതുള്ളൂ. 1, 2, 3, 4, 7 എണ്ണം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ C. CH3,
CH2 CO O CO ആണോ? അല്ല, അപ്പുറത്ത് കാർബൺ എണ്ണം കൂടുതലുണ്ടല്ലേ. ഇവിടെ 1 2 3 കാർബൺ ആണ്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് 1 2 3 4 കാർബൺ വരുന്നുണ്ട്. ഞാനത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ വരുന്നത്. അപ്പൊ CH3 CH2 C ഡബിൾ ബോണ്ട് O C ഡബിൾ ബോണ്ട് O, പിന്നെ അങ്ങോട്ട് വീണ്ടും 3 എണ്ണം വരുന്നുണ്ട്. അപ്പൊ CH2 CH3 വരുന്നുണ്ട്. അപ്പൊ ഇവിടെ പ്രൊപ്പനോയ്ക്കും ഇവിടെ ബ്യൂട്ടനോയ്ക്കും വരുന്നുണ്ടോ? അത് നടുക്കത്തെ ഓക്സിജൻ ഇപ്പുറത്തെ സൈഡിൽ 3 കോർണർ വരുന്നുണ്ട്. ആ ഓക്സിജന്റെ അപ്പുറത്തെ സൈഡിൽ 4 കാർബണും വരുന്നുണ്ട്. ഓക്സിജൻ ഇപ്പുറത്തെ സൈഡിൽ 3 കാർബണും അപ്പുറത്തെ സൈഡിൽ 4 കാർബണും വരുന്നുണ്ട്. അപ്പൊ ഇപ്പുറത്തെ സൈഡിൽ പ്രൊപ്പനോയ്ക്കും അപ്പുറത്തെ സൈഡിൽ ബ്യൂട്ടനോയ്ക്കും ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ നോക്കി അതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റും ഏതാണ് ആൻസർ. ബ്യൂട്ടനോയിക്, പ്രൊപ്പനോയിക് അൺഹീറ്റഡ്. അപ്പം അത് ആലിഫാറ്റിക് ഓർഡർ, അതായത് നമ്മുടെ ആൽഫബറ്റ് ഓർഡർ നോക്കണം. ബ്യൂട്ട് ബി ആദ്യമേ വരുന്നു. അപ്പൊ ബ്യൂട്ടനോയിക് പ്രൊപ്പനോയിക് അൺഹീറ്റഡ്, ബ്യൂട്ടനോയിക് പ്രൊപ്പനോയിക് അൺഹീറ്റഡ്. 3 ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ അത് അൺഹൈഡ്രേറ്റ് ആണ്. ആ നടുക്ക് വരുന്ന ഓക്സിജൻ ഇപ്പുറത്ത് 3 കാർബണും അപ്പുറത്ത് 4 കാർബണും വന്നത് കൊണ്ട് തന്നെ പേരിനകത്ത് ബ്യൂട്ടനോയിക് പ്രൊപ്പനോയിക് അൺഹൈഡ്രേറ്റ് എന്ന് വരും. ബ്യൂട്ടനോയിക് പ്രൊപ്പനോയിക് അൺഹൈഡ്രേറ്റ് IUPAC നെയിമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ മാത്രം എടുത്ത് നിങ്ങൾക്ക് തന്നാണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ്, കുറെ വർഷങ്ങളായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ CH ഡബിൾ ബോണ്ട് O CH3 ഇതാണ് കോമ്പൗണ്ട്. ഇവിടെ CHO വന്നതുകൊണ്ട് തന്നെ ആൽഡിഹൈഡ് ആണ്. പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗമാണ്. CHO വന്നത് തന്നെ ഉറപ്പായിട്ടും അത് ആൽഡിഹൈഡ് ആണ്. അപ്പൊ ആൽഡിഹൈഡ് ആണ്. ഇനി അതിന്റെ രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഒന്ന് CHO വന്നതുകൊണ്ട് ആൽഡിഹൈഡ് ആണ്, 4 വരും. ഓക്കെ, അതിന്റെ രണ്ടാമത്തെ നമുക്ക് ലോങ്സ്റ്റ് എഴുതാതെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം പറഞ്ഞതാ. ഓക്കെ, അപ്പൊ ഓക്കെ, നമുക്ക് പറയാനുള്ള കാര്യം, അപ്പൊ ഒന്ന് ആൽഡിഹൈഡ് ആണ്, ഡബിൾ ബോണ്ട് ആണ്. അതുപോലെ 40 മിനിറ്റ് ആവുമ്പോൾ ഇത് കട്ടാവുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത ലിങ്കിൽ കയറുക, പെട്ടെന്ന് വരിക. ഓക്കെ 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 സർ. അപ്പം 2 മൂന്നാമത്തതിൽ ഒരു മീഥൈല് 4 5 6 വീണ്ടും ഒരു ഡബിൾ ബോണ്ട് 7 8. അപ്പൊ പെട്ടെന്ന് ഇതിൽ തന്നെ നമുക്ക് പറയാം 8 വേഡ് റൂട്ട് 8. അപ്പൊ 8 വരുന്നത് ഒറ്റ. ഇതിൽ തന്നെ നിങ്ങൾ പറയാൻ പറ്റുന്ന കാര്യം 1 2 3 4 5 6 7 8. അപ്പം 3ലും 7ലും മീഥൈലുണ്ട്. അപ്പൊ 3,7 ഡൈമീഥൈൽ, 3,7 ഡൈമീഥൈൽ, 3,7 ഡൈമീഥൈൽ ഒക്ട്. 2ലും 7ലും 2,7 ഡൈ ഈനാൽ, 3,7 ഡൈമീഥൈൽ ഒക്ട് 2,6 2,7 അല്ല 2,6 ഡൈനാൽ. സോ ആൻസർ ഏതാന്ന് നോക്കിയേ, ഓപ്ഷൻ സി. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പൊ IUPAC നെയിം നമുക്ക് കൊണ്ടുപോകും. 7ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്.
ഇപ്പൊ 7 ക്വസ്റ്റ്യൻ പറയാം. 1 സി, 2 ഡി, 3 ബി, 4 എ, 5 എ, 6 ബി, 7 സി. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് ഇനി അടുത്തത്. ഞാൻ പറഞ്ഞു ഇത് കട്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ അത് നോക്കുക, നോക്കിയിട്ട് അടുത്ത ലിങ്കിൽ കയറാൻ നോക്കുക. ഇതുവരെ ക്വസ്റ്റ്യൻ പറഞ്ഞ് മനസ്സിലായല്ലോ? ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണോ? മനസ്സിലായി സർ. യെസ് സർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. CCl3 CH റിംഗ് ആണ്. ക്ലോറിൻ ഇവിടെ ക്ലോറിൻ. സോ നമുക്കറിയാം DDT ആണ് സാധനം. അപ്പൊ നമുക്ക് IUPAC നെയിമാണ് ചോദിച്ചേക്കുന്നത്. ഇത് 1 2 അപ്പൊ 1 1 1 ഇപ്പൊ രണ്ടെണ്ണേ ഉള്ളു കേട്ടോ ചെയ്യുന്നത്. 1 1 1 ട്രൈക്ലോറോ, 1 1 1 ട്രൈക്ലോറോ, 1 1 1 ട്രൈക്ലോറോ, 2,2. ഇത് 4 ക്ലോറോ എന്ന് വന്നതുകൊണ്ട് 4 ക്ലോറോ എന്ന് വന്നതുകൊണ്ട് 4 ക്ലോറോഫിനൈലാണ്. ബെൻസീൻ റാഡിക്കൽ ആകുമ്പോൾ 4 ക്ലോറോഫിനൈലാണ് കേട്ടോ. അപ്പൊ 1,1,1 ട്രൈക്ലോറോ, 2,2 ബിസ് 4 ക്ലോറോഫിനൈൽ എന്ന് പറയും. കാരണം 4 ക്ലോറോഫിനൈൽ അത് രണ്ടെണ്ണം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് പുറത്ത് ബിസ് ഇടും. ഇപ്പൊ 2,2 ബിസ് 4 ക്ലോറോഫിനൈൽ എന്ന് വരും. 2,2 ബിസ് 4 ക്ലോറോഫിനൈൽ രണ്ടെണ്ണം വരുമ്പോൾ ഈഥൈൻ. അപ്പൊ പേര് റൂട്ട് മനസ്സിലായി കാണും. 1 1 1 ട്രൈക്ലോറോ, 2,2 രണ്ടിലും ബിസ് 4 ക്ലോറോഫിനൈൽ. 4 ക്ലോറോഫിനൈൽ ഇതിന്റെ IUPAC നെയിം വന്നിട്ട് 4 ക്ലോറോഫിനൈലാണ്. അപ്പൊ 1 1 1 ട്രൈക്ലോറോ, 2,2 ബിസ് 4 ക്ലോറോഫിനൈൽ. 4 ക്ലോറോഫിനൈൽ ഇടുമ്പോൾ ബ്രാക്കറ്റ് ബിസ് 4 ക്ലോറോഫിനൈൽ ഈഥൈൻ. 1 1 1 trichloro, 1 1 1 trichloro bis 2,2 bis 4 chloro-phenyl ethyl. ഇതാണ് കോമ്പൗണ്ട്. അപ്പൊ അത് ഓപ്ഷൻ ഡി ആണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഹാവ് എ മീസോ ഐസോമർ. അപ്പൊ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തതിനു ശേഷം പറയാം. കാരണം മീസോ ഐസോമർ പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ മീസോ ഐസോമർ ആയതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞേക്കാം. എങ്ങനെയാലും മീസോമറിസം വരുന്നത് എപ്പോഴാണ്? കൈറാൾ സെന്റർ കാണും. കൈറാൾ സെന്റർ ഉണ്ടെങ്കിൽ അത് പ്ലനാർ ആയിരിക്കും. അങ്ങനെയുള്ളപ്പോഴാണ് നമുക്ക് മീസോ ഐസോമർ വരുന്നത്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, പക്ഷെ പ്ലെയിൻ ഓഫ് സിമെട്രി വരുന്ന മോളിക്കൂൾ ഞാൻ വരച്ച് കാണിക്കാം, അപ്പൊ മനസ്സിലാവും. അപ്പൊ അവിടാണ് മീസോമറിസം വരുന്നത്. ഞാൻ വരച്ച് കാണിക്കാം, അന്നേരം മനസ്സിലാവും. ഇത് വരയ്ക്കാൻ ഇപ്പൊ നമുക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് 9ാമത് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത മീറ്റിംഗിൽ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 10 നമുക്ക് സമയം കളയേണ്ട, അതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10, വാട്ട് ഈസ് ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് സ്ട്രെങ്ത് ഓഫ് ബേസ്? ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ബേസ്. ബേസിന്റെ ഡിക്രീസിംഗ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബേസ് എന്ന് പറയുമ്പോൾ ലോൺ പെയറിനെ കൊടുക്കാനുള്ള അപ്പം ബേസിന്റെ സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് സ്ട്രെങ്ത് ഓഫ് ബേസ്? ബേസിന്റെ സ്ട്രെങ്ത്. ലോൺ പെയറിനെ കൊടുക്കാനുള്ള കഴിവ് എപ്പോഴും അത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ.
ഓക്കെ, ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ NH2 മൈനസ് എന്ന് പറയുമ്പോൾ നൈട്രജന് ലോൺ പെയറിനെ കൊടുക്കാനുള്ള കഴിവ് കൂടുതൽ, മൈനസ് ചാർജ് കൂടെ വന്നു. അപ്പൊ ലോൺ പെയറിനെ കൊടുക്കാനുള്ള കഴിവ് കൂടുതൽ ആർക്കാ അവിടെ? NH2 മൈനസ്. CH3 CH2 എന്ന് പറയുമ്പോൾ അവിടെ ഏത് ഹൈബ്രിഡൈസേഷനാ? sp3 sp2 വരും. അപ്പൊ അവിടെ പിന്നെ CH ട്രിപ്പിൾ ബോണ്ട് C എന്ന് പറയുന്നത് sp എത്ര ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും 10ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 10ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. കാരണം നിങ്ങൾക്കറിയാം ട്രിപ്പിൾ ബോണ്ട് CH വരുമ്പോ Hനെ കൊടുക്കാനുള്ള കഴിവ് കൂടുതലാണ്. അപ്പം ആൽക്കൈൻസിന് CH ടെർമിനൽ ബോണ്ട്, ഓക്കെ, ആൽക്കൈൻ അസിഡിക്കാണ്. ട്രിപ്പിൾ ബോണ്ട് CH ടെർമിനൽ CH Hനെ കൊടുക്കാനുള്ള കഴിവ് അസിഡിക് ആയിട്ടാണ്. ബിക്കോസ് ഓഫ് sp ഹൈബ്രിഡൈസേഷൻ 50% s ക്യാരക്ടർ, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ അസിഡിക് ക്യാരക്ടർ ബേസിക് ക്യാരക്ടറിന്റെ ഡിക്രീസിംഗ് ഓർഡർ ചോദിച്ചേക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ ബേസിക് ക്യാരക്ടർ NH2 മൈനസിന്, then CH3 CH2 മൈനസ്, then CH ട്രിപ്പിൾ ബോണ്ട് C. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബേസിക് ക്യാരക്ടറിന്റെ ഓർഡർ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 10 ബേസിക് ക്യാരക്ടറിന്റെ ഓർഡർ. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കുക, 50ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തില്ല, മൊത്തം 10 ക്വസ്റ്റ്യൻ IUPAC നെയിമിന്റെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഇനി നമുക്ക് അടുത്തൊരു കാറ്റഗറിയിലോട്ട് പോവാണ്. അപ്പൊ അടുത്ത കാറ്റഗറിയിലോട്ട് പോകുന്ന അടുത്ത മീറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും അത് തീർന്ന ഉടനെ തന്നെ അടുത്ത ഇൻവെന്റിൽ പെട്ടെന്ന് കയറുക. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് ചെയ്തത്. ആ ക്വസ്റ്റ്യൻ നമ്പർ 9 പറഞ്ഞിട്ട് നമുക്ക് 10ലോട്ട് വാങ്ങി. ഞാൻ നേരത്തെ സമയം. അപ്പൊ 9ാമത്തെ ക്വസ്റ്റ്യൻ മീസോ ഐസോമർ ആണ് ചോദിച്ചിരിക്കുന്നത്. മീസോ ഐസോമർ ക്വസ്റ്റ്യൻ നമ്പർ 9. Which one of the following will have a meso isomer? അപ്പൊ നമുക്ക് ഒന്നാമത്തെ 2,3 ഡൈക്ലോറോപെന്റൈൻ, 2,3 ഡൈക്ലോറോബ്യൂട്ടൈൻ. ഓപ്ഷൻ അതൊന്ന് നോക്കേണ്ടി വരും. 2,3 ഡൈക്ലോറോപെന്റൈൻ അത് നോക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. കാരണം പെന്റ് ആവുമ്പോഴത്തേക്ക് 1 2 3 1 2 3 4 5 വരും. ഇതിലാണ് 2,3 ഡൈക്ലോറോ. പെന്റൈൻ. ഇവിടെ CH3 CH. ഇപ്പൊ ഇതും കൈറാൾ സെന്ററാണ്. ഇവിടെ 2n ഐസോമർ പറ്റും. അത് അതുപോലെ തന്നെ പറ്റും. 2ന്റെ സ്ക്വയർ 4 പറ്റും. എനിക്ക് യാതൊരു സംശയമില്ല. കാരണം എന്താണെന്നറിയുമോ? പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. മേളിലും താഴെ ഒരുപോലെയാണ് വരുന്നത്. ഒരു പ്ലെയിൻ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ CH3 ഇവിടെ 3 കാർബൺ വരുന്നുണ്ട് മേളിലോട്ട്. കണ്ട 1 2 3. ഇവിടുന്ന് താഴോട്ട് 2 കാർബൺ അല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ പ്ലെയിൻ ഓഫ് സിമെട്രി വരുന്നില്ല. 2n ഐസോമർ ആണ് പറ്റുന്നത്. കൈറൽ സെന്റർ ഉണ്ടെങ്കിൽ അവിടെ 2n പോസിബിൾ ഐസോമർ. അപ്പൊ 2ന്റെ സ്ക്വയർ വരുമ്പോഴത്തേക്ക് 4 ഐസോമർ പറ്റും. നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത് കൈറൽ സെന്ററിനെ കാണിക്കും. അപ്പൊ ഇവിടെ ക്ലോറിൻ, ഞാൻ മേലോട്ടുള്ളത് ഇവിടെ ഇവിടെ CH2 CH3. ഇതാണ് സംഭവം. ഇവിടെ CH3 ഇവിടെ വന്നിട്ട് ഇത് രണ്ടോ കൈറൽ സെന്റർ കേട്ടോ. ഇവിടെ വന്നിട്ട് CH2 CH3. മേളിലും താഴെ ഒരുപോലെ വരുന്നില്ല. ഇവിടെ മേളിൽ CH3, അവിടെ പ്ലെയിൻ ഓഫ് സിമെട്രി വരുന്നില്ല. അപ്പൊ മീസോ ഐസോമർ പറ്റത്തില്ല.
ഇപ്പൊ കൈറാൽ സെന്റർ ഉണ്ട്, പ്ലെയിനോ സിമെട്രി കൂടെ കാണിച്ചാൽ മാത്രമേ മീസോ ഐസോമർ വരത്തുള്ളൂ. സെക്കൻഡ് വൺ ഞാൻ നോക്കട്ടെ. 2,3 ഡൈക്ലോറോ ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ ആകുമ്പോഴത്തേക്ക് 1 2 3 4 2,3 ഡൈക്ലോറോ CH3 CH3. ഇവിടെയും നിങ്ങൾ ഈ കണ്ടതുപോലെ 2 കൈറാൽ സെന്റർ, 4 ഡിഫറെന്റ് ആയിട്ടുള്ള 2 കൈറാൽ സെന്റർ. ഫിഷർ പ്രൊജക്ഷൻ വരച്ചു, പ്ലെയിൻ ഇട്ടു, പ്ലെയിനിന്റെ മേളിലും താഴെ ഒരുപോലെ വരും. അപ്പൊ ഇതിനകത്ത് 2n നോക്കുമ്പോഴത്തേക്ക് 2ന്റെ സ്ക്വയർ 4 പറ്റണം, പക്ഷെ 4 വരത്തില്ല. കാരണം പ്ലെയിനോ സിമെട്രി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്ലെയിനോ സിമെട്രി വരുന്നത് കൊണ്ട് 4 ഐസോമർ പറ്റത്തില്ല. അപ്പൊ അതിന് ഒരെണ്ണം മീസോമറെ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അതാണ് മീസോമറിസം കാണിക്കുന്ന കോമ്പൗണ്ട്. കൈറാൽ സെന്റർ ഉണ്ടെങ്കിലും ആ പ്ലെയിനോ സിമെട്രി വരുവാണെങ്കിൽ, കൈറാൽ സെന്റർ ഉണ്ടെങ്കിലും പ്ലെയിനോ സിമെട്രി വരുവാണെങ്കിൽ മീസോമറിസം, മീസോ ഐസോമറും ഉണ്ടാവും, മീസോ കോമ്പൗണ്ട് ആവും. സോ ക്വസ്റ്റ്യൻ നമ്പർ 9ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10 പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. What is the decreasing order of strength of base? What is the decreasing order of the strength of base? Base in the strength in the decreasing order. നിങ്ങൾക്കറിയാം NH2 മൈനസ് അവിടെ ലോൺ പെയർ അവൈലബിൾ ആണ്. ലോൺ പെയറിനെ കൊടുക്കാനുള്ള കഴിവ് അമീൻസിന്റെ കേസിൽ. Then CH3 CH2 അതിനകത്ത് ടെർമിനൽ ഹൈഡ്രജൻ sp3 ഹൈബ്രിഡൈസേഷനിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ പെർസെന്റേജ് ഓഫ് എസ് ക്യാരക്ടർ കുറവാണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്. ദെൻ CH ട്രിപ്പിൾ ബോണ്ട് CHൽ sp ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. സോ ഹൈഡ്രജനെ H+ ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അസിഡിക് ക്യാരക്ടർ ആണ് കാണിക്കുന്നത്. അപ്പം ബേസിക് ക്യാരക്ടർ ഓപ്ഷൻ ഡി ആണ് കുറയുന്ന ഓർഡർ. അസിഡിക് ക്യാരക്ടർ ആണ് തിരിച്ചു വരും. സോ 10ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 11 ന്യൂക്ലിയർ ഫിലിസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂക്ലിയർ ഫിലിസിറ്റി, ന്യൂക്ലിയർ ഫിലിക് ക്യാരക്ടർ, ന്യൂക്ലിയർ ഫിലിസിറ്റി റീപ്ലേസ് ചെയ്യാനുള്ള എബിലിറ്റി. അങ്ങനെ ചോദിക്കുമ്പം ഏത് തിരിച്ച്, അതായത് F- ആണ് നല്ല ന്യൂക്ലിയർ ഫൈല്, പക്ഷെ തിരിച്ചു വരും ന്യൂക്ലിയർ ഫിലിസിറ്റി ചോദിക്കുമ്പോൾ. വേറൊരാൾക്കൊന്ന് F- പിന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. വേറെ ന്യൂക്ലിയർ ഫൈലിന് വന്നിട്ട് F- റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓർഡർ എങ്ങനെയാ വരുന്നത്? F- ഉണ്ടായത് കൊണ്ട് തന്നെ F- ഏറ്റവും ന്യൂക്ലിയർ ഫിലിസിറ്റി കുറവ്. ന്യൂക്ലിയർ ഫിലിക് ക്യാരക്ടർ അല്ല ചോദിച്ചെങ്കിൽ ന്യൂക്ലിയർ ഫിലിസിറ്റി ഈസ് ദ എബിലിറ്റി ടു. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കുറവ് ആർക്ക് തന്നെയാണ് F-, then OH-, then NH2-, then CH3-. അപ്പം റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആള് CH3 ആണ്. ഒരു ന്യൂക്ലിയർ ഫൈൽ വന്ന് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആള് ഉള്ളത് CH3- ആണ്, then NH2-. അപ്പൊ അങ്ങനെ നോക്കുക, ന്യൂക്ലിയർ ഫിലിസിറ്റി ചോദിച്ചത് കൊണ്ട് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ഫിലിസിറ്റി വരുന്നത് ന്യൂക്ലിയർ ഫിലിക് ക്യാരക്ടർ അല്ല, ന്യൂക്ലിയർ ഫിലിസിറ്റി ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 11ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12. മോർ സ്റ്റേബിൾ കാർബ് കാറ്റോൺ ഈസ് ഫോംഡ് ഡ്യൂറിംഗ് ദ ഹീറ്റിംഗ് ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് H2SO4. കാർബ് കാറ്റോണിന്റെ സ്റ്റെബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ ടെർഷറി കാർബ് കാറ്റോൺ ആണ് കൂടുതൽ സ്റ്റേബിൾ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി ഉള്ളൂ. ഞാൻ അന്നേ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ആൽക്കഹോൾ തന്നിട്ട് അതിൽ ഏത് ആൽക്കഹോളിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റിനാണ് സ്പീഡ് കൂടുതൽ, ഇതിന് സ്റ്റെബിലിറ്റി കൂടുതൽ എന്ന് ആലോചിച്ചു. അപ്പൊ ആദ്യത്തെ ആൽക്കഹോൾ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം, ഫസ്റ്റ് ഓപ്ഷൻ ടെർഷറി ആണ്. H പോയി കഴിഞ്ഞാൽ അപ്പൊ ടെർഷറി കാർബിക് കാറ്റോൺ. ഓപ്ഷൻ സെക്കൻഡിൽ ഉണ്ടാവുന്ന കാർബിക് കാറ്റോൺ, ഓപ്ഷൻ സെക്കൻഡിലെ കാർബിക് കാറ്റോൺ റിംഗ് C6H5 CH2OH. അപ്പൊ ഇതാണ് ബെൻസൈൽ കാർബിക് കാറ്റോൺ. നിങ്ങൾക്കറിയാം ടെർഷറിയേക്കാൾ സ്റ്റെബിലിറ്റി കൂടുതൽ ആ ബെൻസൈലിന്. കാരണം ഇവിടെ ഹൈപ്പർ കോഞ്ചുഗേഷൻ ഐ എഫക്ട് വരുമ്പോൾ ഇവിടെ റെസൊണൻസ്. ഞാൻ ഇന്നലെ പറഞ്ഞതാ, അലൈൽ കാർബ് കാറ്റോൺ, ബെൻസൈൽ കാർബ് കാറ്റോണിനൊക്കെ ടെർഷറിയേക്കാളൊക്കെ സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഇനി വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അങ്ങോട്ട്. ബാക്കി റാഡിക്കൽ കാർബ് കാറ്റോൺ വന്നാലും അതിനേക്കാളൊക്കെ സ്റ്റെബിലിറ്റി കൂടുതലാണ് ബെൻസൈൽ കാർബ് കാറ്റോൺ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി.
അപ്പൊ ഉണ്ടാവുന്ന കാർബ് കാറ്റോൺ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്റ്റെബിലിറ്റി ഓഫ് കാർബ് കാറ്റോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. 13. പോയിന്റ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് റെസൊണൻസ്. റെസൊണൻസിനെ സംബന്ധിച്ച് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ് പറഞ്ഞത്. റെസൊണൻസ് സ്ട്രക്ചർ ഷുഡ് ഹാവ് ഈക്വൽ എനർജി. എനർജി ഈക്വൽ ആവാം. കനോണിക്കൽ, ഞാൻ ഇന്നലെ പറഞ്ഞതാ, കനോണിക്കൽ സ്ട്രക്ചറിന് ഈക്വൽ എനർജി ആവാം. ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറുകളെ വിളിക്കുന്ന പേരാണ് കനോണിക്കൽ സ്ട്രക്ചർ. ആ കനോണിക്കൽ സ്ട്രക്ചറിന് ഈക്വൽ എനർജി ആവാം. ചിലപ്പം വ്യത്യാസം വരാം. വ്യത്യാസം വരുന്ന സാഹചര്യം വരുന്ന ചിലർക്ക് ചാർജ് സെപ്പറേഷൻ വരുമ്പോ, ചാർജ് വരുമ്പോഴൊക്കെ എനർജിയിൽ വ്യത്യാസം വരാം. പക്ഷെ ആൾമോസ്റ്റ് എനർജി എങ്ങനെ റിലേറ്റീവ്ലി സെയിം ആണ്. കനോണിക്കൽ സ്ട്രക്ചറിന്റെ എനർജി ആൾമോസ്റ്റ് സെയിം ആണ്. ഓപ്ഷൻ ബി. ഇൻ റെസൊണൻസ് സ്ട്രക്ചർ ദ കോൺസ്റ്റിറ്റ്യൂന്റ് ആറ്റം മസ്റ്റ് ബി ഇൻ സെയിം പൊസിഷൻ. റെസൊണൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആറ്റത്തിന്റെ പൊസിഷൻ മാറാൻ പറ്റത്തില്ല. ഒരു മോളിക്യൂളില് ആറ്റത്തിന്റെ റിലേറ്റീവ് പൊസിഷന് മാറ്റം വരാനേ പാടില്ല. ഒറ്റ മാറ്റമേ വരത്തുള്ളൂ. ഇലക്ട്രോണിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ബോണ്ടിന്റെ പൊസിഷൻ മാത്രമേ റെസൊണൻസ് കനോണിക്കൽ സ്ട്രക്ചറിൽ മാറ്റം വരത്തുള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. ഓപ്ഷൻ ബി. In resonance structure, there should not be same number of electron pair. Electron pair ന്റെ എണ്ണം സെയിം ആവണം നിർബന്ധമില്ല. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർ, ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അടുത്ത ഓപ്ഷൻ ബി. റെസൊണൻസ് സ്ട്രക്ചർ ഷുഡ് ഡിഫർ ഓൺലി ഇൻ ദ ലൊക്കേഷൻ ഓഫ് ഇലക്ട്രോൺ അറൗണ്ട് ദ. അപ്പൊ അവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ സി. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർ വരണമെന്നില്ല. ഇലക്ട്രോൺ പെയർ മാറാം. ചിലപ്പോൾ എന്ത് ചെയ്യാം, അൺപെയർഡിന്റെ എണ്ണം സെയിം ആയിരിക്കും. പക്ഷെ ഇലക്ട്രോൺ പെയറിന്റെ, ബോണ്ട് പെയറിന്റെയും ലോൺ പെയറിന്റെ എണ്ണം എപ്പോഴും ഒരുപോലെ ആവണം നിർബന്ധമൊന്നുമില്ല. രണ്ട് സ്ട്രക്ചറിലെ ബോണ്ട് പെയറിന്റെ എണ്ണോ ലോൺ പെയറിന്റെ എണ്ണോ സെയിം ആണെങ്കിൽ റെസൊണൻസ് സ്ട്രക്ചർ ആവണം, അങ്ങനെ നിർബന്ധമില്ല. ബോണ്ട് പെയറിന്റെ എണ്ണം ചിലപ്പോൾ ഇവിടുത്തെ ബോണ്ട് അപ്പുറത്ത് ലോൺ ആയിട്ട് വരാം, ഇവിടുത്തെ ലോൺ ഇവിടെ ബോണ്ട് ആയിട്ട് വരാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോണിന്റെ പൊസിഷൻ മാറാം. സോ 13ന്റെ ആൻസർ സി ആണ്. സർ 10th ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? വാട്ട് ഈസ് ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് സ്ട്രെങ്ത് ഓഫ് ബേസ് അല്ലേ? അപ്പൊ ബേസിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡൊണേറ്റ് ലോൺ പെയർ. ഓക്കെ ഓക്കെ സർ. അങ്ങനെ നോക്കുമ്പോൾ അവിടെ നൈട്രജൻ NH2- ലോൺ പെയർ അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ട് NH2 ആണ്. ഇനി ഇപ്പുറത്ത് CH3 CH2 ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ബേസിക് ആയിട്ട് അസിഡിക് ആയിട്ട്. ഓക്കെ ഓക്കെ സർ. അപ്പൊ അവിടെ ഹൈബ്രിഡൈസേഷനിൽ sp ക്യാരക്ടർ വരുന്നു. അപ്പൊ sp ക്യാരക്ടർ വരുമ്പോൾ s ക്യാരക്ടർ കൂടും. s ക്യാരക്ടർ കൂടുമ്പോഴത്തേക്ക് ഇലക്ട്രോണെഗറ്റിവിറ്റി ആ കാർബണിന് കൂടും. അപ്പം ഇലക്ട്രോൺ, അതായത് CH ടെർമിനൽ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് sp ക്യാരക്ടർ കൂടുതൽ, പെർസെന്റേജ് ഓഫ് s ക്യാരക്ടർ കൂടുതലായതുകൊണ്ട് ഈ പേരിനെ ഇങ്ങോട്ട് പിടിക്കാനുള്ള കഴിവ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് H ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, H+ ആയിട്ട് ഇറങ്ങി കൂടെ. അതാണ് അസിഡിക് ക്യാരക്ടർ. അപ്പൊ അത് ബേസ് അല്ല, എന്താ പിന്നെ ആസിഡ് ആണ്. ആസിഡ്. അപ്പൊ ബേസിക് ക്യാരക്ടറിന്റെ ഓർഡറിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇയാളുടെ പേര് എന്താണ് ഇപ്പൊ ചോദിച്ചാൽ പേര്? ഭവ്യ. വീണ്ടും ഓക്കെ സാർ അപ്പൊ ബി ആണോ ഡി ആണോ വരുന്നത്? ഡൽഹി. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. വേറെ ആർക്കും സംശയമൊന്നുമില്ല? സാർ നേരത്തെ ബി ആണ് പറഞ്ഞ അതിന്റെ ആൻസർ. ഞാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞ ബി ആണെന്ന് പറഞ്ഞ കേട്ടത്. നീ കേട്ടത് ഇവിടെ മാത്രം അറിയത്തില്ല. നീ ഏതൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ? ഞാൻ ഇവിടെ വേറൊന്നും ഓൺ ചെയ്ത് വെച്ചിട്ടില്ല. ആണോ? നീ എവിടെ ഇരുന്നാ പഠിക്കുന്നത്? ഞാൻ വീട്ടിൽ ഇരുന്ന്. എനിക്ക് സംശയം ഉണ്ടാ. എന്തിന്? ഞാൻ ഓക്കെ, ഇത്രയും കേട്ടത് മനസ്സിലായോ?
എല്ലാവരും ചോദിച്ചേ? മനസ്സിലായി. ഓക്കെ ആണോ? അപ്പൊ ഞാന് പിന്നെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നോക്കിക്കോളുക. ഈ 12ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം ഈ കാർബ് കാറ്റോണിന്റെ കാർബ് ആനോണിന്റെ ഒക്കെ സ്റ്റെബിലിറ്റിയുടെ ഒരു ഓർഡർ ഇതുവരെ പറഞ്ഞതെല്ലാം കൂടെ ചേർത്ത് ചെറിയൊരു നോട്ടൂടെ അങ്ങോട്ട് തരാം. ആ നോട്ടൂടെ വെച്ചിട്ട് നിങ്ങളൊന്ന് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അത് ചെറുതായിട്ടേ നമ്മളെല്ലാം ഒന്നും എഴുതിയിടാൻ പറ്റത്തില്ലായിരുന്നു. കാർബ് കാറ്റോണിന്റെ കാർബ് ആനോണിന്റെ സ്റ്റെബിലിറ്റി എല്ലാം ഒന്ന് എഴുതിക്കൊണ്ടിരുന്ന സമയം അങ്ങ് പോകുമായിരുന്നു. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് ചെറിയൊരു നോട്ട് സാറിന് കൂടെ സാർ അയച്ചു തരും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കണം. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഞാൻ ഫോർവേഡ് ചെയ്തേക്കാം. അതായത് കാർബ് കാറ്റോണിന്റെയും കാർബ് ആനോണിന്റെ സ്റ്റെബിലിറ്റി, ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റി അത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കുറെ നേരം കൊണ്ട് പറയുന്ന കാര്യമാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് അറിയാമെങ്കിൽ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി കുറെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ചെറിയ നോട്ട് ഞാൻ അയച്ചു തന്നേക്കാം. അപ്പോഴ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയതായിട്ട് വന്ന റിപ്പീറ്റേഴ്സ് അവര് ക്വസ്റ്റ്യൻസ് കേൾക്കുക, ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങുക. നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞത്. നിങ്ങള് വിഷമിക്കേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും പറഞ്ഞു തരാം. പെട്ടെന്ന് പറഞ്ഞതിന്റെ കാര്യം അതേ ഉള്ളൂ. ഒരു ചെറിയ നോട്ടുകൂടെ നിങ്ങളുടെ കയ്യിലോട്ട് വരുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആവും. നമുക്ക് നീറ്റ് പരീക്ഷ പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇപ്പൊ ഇന്ന് നീറ്റ് പരീക്ഷ മാറ്റണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയേക്കാണ്. എന്തെന്ന് അറിയത്തില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. അറേഞ്ച് ദ ഫോളോയിങ് ഫ്രീ റാഡിക്കൽസ് ഇൻ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. അറേഞ്ച് ദ ഫോളോയിങ് ഫ്രീ റാഡിക്കൽസ് ഇൻ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്നത് ഹൈപ്പർ കോഞ്ചുഗേഷൻ ഐ എഫക്റ്റോ. അപ്പൊ ഐ എഫക്റ്റ് ആണ് ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോഴേ ഓർത്തോളുക ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി. ഐ എഫക്റ്റ് കൂടുന്ന നോക്കിയേ ടെർഷ്യറി ഐ എഫക്റ്റ് ആണ് സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുക. എഫക്റ്റൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഐ എഫക്റ്റ് ആണ് തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ഇവിടുന്ന് വരും. അപ്പൊ ഐ എഫക്റ്റ് ആണ് സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഓർക്കുക ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി. സോ ദ ആൻസർ ഈസ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ടെർഷ്യറി ഫ്രീ റാഡിക്കൽ, ദെൻ സെക്കൻഡറി, ദെൻ പ്രൈമറി. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ഒന്നുകൂടെ, ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്നത് ഐ എഫക്റ്റ് ആണ്, പ്ലസ് ഐ എഫക്റ്റ്. അപ്പൊ ഐ എഫക്റ്റ് ആണ് തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോഴേ ഐ എഫക്റ്റ് കൂടുന്നത് ടെർഷ്യറി, പിന്നെ സെക്കൻഡറി, ദെൻ പ്രൈമറി. സോ ദ ആൻസർ ഈസ് നിങ്ങൾക്കറിയാം ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. The order of stability of carb cation is. The order of stability of carb cation. ഞാൻ ഇന്നലെ മുതൽ പറയുന്ന കാര്യമാണ്. റെസണൻസ് സ്ട്രക്ചർ ആണ് സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്നതെങ്കിൽ ഐ എഫക്റ്റിനെ ഹൈപ്പർ കോൺജുഗേഷനെ ഡോമിനേറ്റ് ചെയ്ത് റെസണൻസ് വരും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതും ട്രൈഫിനൈൽ ഉണ്ട് മൂന്നാമത്തെ ഓപ്ഷനില്. അപ്പൊ വേറെ എങ്ങോട്ടും നിങ്ങൾ നോക്കണ്ട. ട്രൈഫിനൈൽ കാർബ് കാറ്റോൺ, ട്രൈഫിനൈൽ കാർബ് കാറ്റോൺ, ട്രൈഫിനൈൽ കാർബ് കാറ്റോൺ. ഇവിടെ റിങ്, ഇവിടെയും റിങ്, ഇവിടെയും റിങ്. അപ്പൊ മൂന്നിടത്ത് റിങ് വരുമ്പോഴത്തേക്ക് നോക്കുക റെസണൻസ് എഫക്റ്റ് അങ്ങ് വരിക. അപ്പൊ ഈ ആർ എഫക്റ്റ് അങ്ങ് ഭയങ്കരമായിട്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കാറ്. ദ മോർ ദ റെസണൻസ് സ്ട്രക്ചർ ദ മോർ ഈസ് ദ റെസണൻസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടർ ഇവിടെ നോക്കിയാൽ മതി. അപ്പൊ ട്രൈഫിനൈൽ കാർബ് കാറ്റോൺ ഈസ് മോർ സ്റ്റേബിൾ ദെൻ ഡൈഫിനൈൽ. ഇവിടുത്തെ ഓർഡർ കറക്റ്റ് ഓർഡർ ആണ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി 15ന്റെ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. Which of the following order of relative strength of acid? 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണോ അതിന്റെ തിരിച്ചാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ആസിഡിന്റെ കറക്റ്റ് സ്ട്രെങ്ത് ആ ചോദിച്ചേക്കുന്നത്. ആസിഡിന്റെ സ്ട്രെങ്ത് ചോദിക്കുമ്പോ എപ്പോഴും OH പൊളാരിറ്റിയാണ് നോക്കുന്നത്. OHന്റെ പൊളാരിറ്റി, അയോണൈസബിൾ OH ആണ് നോക്കുന്നത്. OH ബോണ്ടിന്റെ പൊളാരിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ആസിഡ് എന്ന് പറയുമ്പോഴേ ഓർക്കുക ഇപ്പൊ ഒരു മഷി വെച്ചോണ്ടോ അത് മായുന്നില്ല. ഓക്കെ, OHന്റെ പൊളാരിറ്റി OHന്റെ പൊളാരിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. OHന്റെ പൊളാരിറ്റി, OH ബോണ്ടിന്റെ പൊളാരിറ്റിയാണ് അസിഡിക് ആയിട്ട് പറയുമ്പോൾ നോക്കുന്നത്.
അവിടെ നമുക്ക് COOH, carboxylic acid, then hydrogen cyanide, then water, then alcohol. നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, ഏറ്റവും കൂടുതൽ പോളാർ OH വരുന്നത് കാർബോസിലിക് ആസിഡിലായിരിക്കും. ഏറ്റവും കൂടുതൽ പോളാരിറ്റി ഉള്ള OH കൊണ്ട് കാർബോസിലിക് ആസിഡ്. ദെൻ HCN, ഹൈഡ്രജൻ സയനൈഡ് വരും. അത് കഴിഞ്ഞ് വാട്ടർ വരും. ഏറ്റവും കുറവാണ് ആൽക്കഹോളിന്. വാട്ടറിനേക്കാൾ വീക്ക് ആസിഡ് ആണ് ആൽക്കഹോൾ. അത് നമ്മൾ പഠിച്ചതാണ്. ബിക്കോസ് ഉണ്ടാവുന്ന ബേസിന്റെ വാട്ടറിൽ നിന്നുണ്ടാവുന്ന OH മൈനസ് C2H5OH ഉണ്ടാവുന്ന O മൈനസ്, ഇതിനകത്ത് സ്റ്റെബിലിറ്റി നോക്കിയാൽ മതി. അപ്പൊ OH മൈനസ് ആണ് കൂടുതൽ. അതുകൊണ്ട് വാട്ടർ ഈസ് ബെറ്റർ ആസിഡ് ദാൻ ആൽക്കഹോൾ. വാട്ടർ ആണ് ആൽക്കഹോളിനേക്കാൾ നല്ല ആസിഡ്. ദെൻ ഹൈഡ്രജൻ സയനൈഡ്, H+ കൊടുക്കാൻ. അതിന് മുമ്പിട്ട് വരും നമ്മുടെ കാർബോസിലിക് ആസിഡ്. ബിക്കോസ് ഈ കാർബോസിലിക് ആസിഡിൽ നിന്നുണ്ടാവുന്ന കാർബോസിലേറ്റ് ആനയോൺ ഈസ് റെസണൻസ് സ്റ്റെബിലൈസർ. അപ്പൊ കാർബോസിലിക് ആസിഡ് അസിഡിക് ആയിട്ട് കാണിക്കുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന കാർബോസിലിക് ആസിഡ് അത് അസിഡിക് ആയിട്ട് കാണിക്കുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന പ്രോഡക്റ്റ് കാർബോസിലേറ്റ് ആനയോൺ, അത് റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. സോ അതാണ് കൂടുതൽ സ്റ്റേബിള്. ഇതിന്റെ റെസണൻസ് സ്റ്റെബിലിറ്റി കൊണ്ടാണ് കാർബോസിലിക് ആസിഡ് ബെറ്റർ ആസിഡ് ആയത്. അപ്പൊ ഇത് ബെറ്റർ ആസിഡ് ആവാനുള്ള കാരണം ഇതിന്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള കാർബോസിലേറ്റ് ആനയോൺ റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. ഇനി HCN, അപ്പൊ ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി CN, അപ്പൊ H+ കൊടുക്കാനുള്ള കഴിവ്. ദെൻ വാട്ടറും ആൽക്കഹോൾ, ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. വാട്ടറിൽ നിന്നുണ്ടാവുന്ന OH മൈനസും ആൽക്കഹോളിൽ നിന്നുണ്ടാവുന്ന എത്തോക്സൈഡ് ആനയോൺ. ഇത് നോക്കുമ്പോ കൂടുതൽ OH മൈനസ്, നെഗറ്റീവ് ചാർജിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് OH മൈനസ്. സോ 16ന്റെ ആൻസർ ഓപ്ഷൻ A ആണ്, അസിഡിക് ക്യാരറ്റിന്റെ ഓർഡർ. അടുത്ത 17, which of the following order of relative strength of bases is correct? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഞാനിപ്പോ പറഞ്ഞ സ്റ്റെബിലിറ്റി വെച്ച് പറഞ്ഞതാ. ഏറ്റവും നല്ല ബേസ് ഏതാ? CH3CO മൈനസ് ആയിരിക്കും ഏറ്റവും നല്ല ബേസ്. CH3CO മൈനസ് ആവുന്ന പറഞ്ഞാൽ ഏറ്റവും നല്ല ബേസ് ക്യാരക്ടർ എടുക്കാം CH3CO മൈനസ്, ദെൻ CN മൈനസ്, ദെൻ OH മൈനസ്, ദെൻ C2H4. അപ്പൊ ബേസിക് ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് അസിഡിക് ക്യാരക്ടർ അങ്ങനെ ആയി. ഇതാണ് ഇതിന്റെ ജസ്റ്റിഫിക്കേഷൻ. 16ന്റെ വൈ, 16ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആവാനുള്ള കാരണം ചോദിച്ചാൽ ആൻസർ 17. ഓക്കെ, ഓക്കെ ആണോ? അത് Yes, sir. 16ാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ? ശ്രദ്ധിക്കുക, 16ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിനകത്ത് വൈ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, നീറ്റിനല്ല, നമ്മൾ തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ബിക്കോസ് ദ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് കോൺജുഗേറ്റ് ബേസ് ഈസ് ദിസ് എന്ന് പറഞ്ഞ് 17ന്റെ ആൻസർ എഴുതണം. ക്ലിയർ ആയോ? നമുക്ക് കോൺജുഗേറ്റ് ബേസ് ആണ് തന്നിരിക്കുന്നത്. നേരത്തെ ആ 16ന് പറഞ്ഞിരിക്കുന്നതിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് 17 തന്നിരിക്കുന്നത്. H കളയുമ്പോൾ ഉള്ള ബേസ്. ആ ബേസിന്റെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ അസിഡിക് ക്യാരക്ടർ ആര് കാണിക്കുന്നു അയാൾക്കുള്ള ബേസ് ആയിരിക്കും, കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും ഏറ്റവും നല്ല ബേസ്. ഏറ്റവും നല്ല ആസിഡ് ഏതാണോ അതിൽ നിന്നുണ്ടാവുന്ന ബേസ് ആയിരിക്കും ഏറ്റവും നല്ല കോൺജുഗേറ്റ് ബേസ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ അല്ലേ വരത്തുള്ളൂ? ഓപ്ഷൻ എ അല്ലേ ഉള്ളൂ? പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 18. Which of the following is a protic acid? Protic solvent. Protic എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിനെ കൊടുക്കാൻ പറ്റുന്ന സോൾവെന്റ്, ആസിഡ് എന്നർത്ഥം. പ്രോട്ടിക് എന്ന് പറയുമ്പോൾ പ്രോട്ടോണിനെ കൊടുക്കാൻ പറ്റുന്ന ആള്, ആസിഡ് എന്നർത്ഥം. H+ കൊടുക്കാൻ പറ്റുന്ന ആള്. അപ്പൊ താഴെ തന്നിരിക്കുന്നതിന് പ്രോട്ടിക് സോൾവെന്റ് എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ, HCOOH, ഫോമിക് ആസിഡ്. പ്രോട്ടിക് സോൾവെന്റ് എന്ന് പറയുമ്പോൾ പ്രോട്ടോണിനെ കൊടുക്കാൻ പറ്റുന്ന ആള്, താഴെ തന്നിരിക്കുന്ന ഒറ്റ ഒരാളെ ഉള്ളൂ, HCOH. Question number 19. Examine the following statement regarding SN2 reaction. SN2 എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ബൈമോളിക്കുലർ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് SN2 റിയാക്ഷൻ.
SN2 ഒറ്റ സ്റ്റെപ്പാണ്. ന്യൂക്ലിയോഫൈല് SN2 എന്ന് പറയുമ്പോൾ ഒറ്റ സ്റ്റെപ്പാണ്. അവിടെ നമ്മുടെ ന്യൂക്ലിയോഫൈല് ഡയറക്റ്റ് ആയിട്ട് ആൽക്കൈൽ ഹാലൈഡിനെ അറ്റാക്ക് ചെയ്യും. അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുകയും ആ ഇന്റർമീഡിയറ്റ് പിന്നീട് ട്രാൻസിഷൻ സ്റ്റേറ്റ് പടാന്ന് പ്രോഡക്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഒറ്റ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ് SN2. ആ SN2 കൈനറ്റിക്സ് എന്ന് പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയോഫൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ആൽക്കൈൽ ഹാലൈഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ രണ്ടുപേരുടെയും കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് SN2 ആയത്, ബൈമോളിക്കുലർ സബ്സ്റ്റിറ്റ്യൂഷൻ ആയത്. ഒന്നുകൂടെ SN2 എന്ന് പറയുമ്പോഴേ ഓർക്കുക ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ ആണ്. ഇവിടെ നമ്മുടെ കയ്യിൽ ന്യൂക്ലിയോഫൈൽ ആണുള്ളത്. ആ ന്യൂക്ലിയോഫൈൽ ഡയറക്റ്റ് ആയിട്ട് ഒറ്റ സ്റ്റെപ്പ് മെക്കാനിസം, ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. ആ ന്യൂക്ലിയോഫൈൽ ഡയറക്റ്റ് ആയിട്ട് ചെന്ന് ഇലക്ട്രോൺ ഡിവിഷൻ സൈറ്റിനെ അറ്റാക്ക് ചെയ്യും. അതൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറും. അത് അടുത്ത സ്റ്റെപ്പിൽ പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഇവിടെ ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. ആ ഒരു സ്റ്റെപ്പിൽ രണ്ടുപേരുടെയും കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ന്യൂക്ലിയോഫൈൽ, റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. ദാറ്റ് ഈസ് റേറ്റ് ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് R is equal to K into concentration of nucleophile into concentration of alkyl halide വരും. അപ്പൊ രണ്ടുപേരുടെയും കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ SN2 റിയാക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. SN2 റിയാക്ഷൻ. ഇവിടെ SN2 റിയാക്ഷനെ സംബന്ധിച്ച് എക്സാമിൻ ദ ഫോളോയിങ്. Examine the following statement regarding SN2 reaction. The rate of reaction is independent of concentration of the nucleophile. അത് തന്നെ തെറ്റാണ്. അപ്പൊ അത് എന്തായാലും അത് തെറ്റാണ്. കാരണം rate of reaction depends on concentration of nucleophile. Rate of reaction depends upon concentration of nucleophile. അത് തെറ്റാണ്. The nucleophile attack the carbon atom on the side of molecule opposite to the side of molecule, opposite to the group being displaced. അപ്പൊ അത് ഇലക്ട്രോൺ ഡെവിഷന്റ് കാർബണിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇലക്ട്രോൺ ഡെവിഷന്റ് കാർബണിനെ മാത്രമാണ് അറ്റാക്ക് ചെയ്യുന്നത്, അല്ലാതെ ഓപ്പോസിറ്റ് പൊസിഷൻ ഒന്നല്ല. എവിടെയാണോ ലീവിംഗ് ഗ്രൂപ്പ് ഉള്ളത് അതിന്റെ അഡ്ജസന്റിൽ ഉള്ളതിനെയാണ്, ലീവിംഗ് ഗ്രൂപ്പ് ഉള്ളതിന്റെ അഡ്ജസന്റ് ഉള്ളതിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, അവിടെ ഓപ്പോസിറ്റ് പൊസിഷനെ അല്ല. ലീവിംഗ് ഗ്രൂപ്പിന്റെ അഡ്ജസന്റ് കാർബണിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതായത് ഇലക്ട്രോൺ പോളാർ ആയിട്ടുള്ള കാർബണിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. കണ്ടോ? The reaction proceeds the transition state. ഒരേ സമയം ബോണ്ട് ഫോർമേഷൻ, അത് ശരിയാണ്. ഒരേ സമയം ബോണ്ട് ഫോർമേഷനും ബോണ്ട് ക്ലീവേജും ഉണ്ടാവും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ വിച്ച് ഓഫ് ദ എബോവ് റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ആൻസർ the rate of reaction is independent of concentration of the nucleophile. അത് incorrect ആണ്. Rate of reaction SN2 ൽ ഡിപെൻഡ് ആണ്. The nucleophile attack the carbon atom on the side of the molecule opposite to the side of molecule opposite to the group being displaced. The reaction proceeds with the simultaneous bond formation and rupture. അപ്പൊ മൂന്നാമത്തതും രണ്ടാമത്തെ വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ മാത്രമേ നമുക്കിപ്പോ പറയാൻ പറ്റത്തുള്ളൂ കറക്റ്റ് ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 3 ഉള്ളൂ കേട്ടോ. അവിടെ എഴുതിയിട്ടുണ്ട് അത് 3 മാത്രമേ ഉള്ളൂ കറക്റ്റ്. അത് ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഹാവിംഗ് സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ബട്ട് ഡിഫറെന്റ് ഹാലജൻ. SN1 ആയാലും SN2 ആയാലും ശരി, ക്ലീവ് ചെയ്യാനുള്ള എളുപ്പം ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഹാവിംഗ് സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ബട്ട് ഡിഫറെന്റ് ഹാലജൻ ഇൻ SN2 മെക്കാനിസം. SN2 ഏറ്റവും പെട്ടെന്ന് ക്ലീവ് ചെയ്യാൻ പറ്റുന്ന ആരെയാ? ആൽക്കൈൽ അയഡൈഡിനെയാണ് പെട്ടെന്ന് ക്ലീവ് ചെയ്യാൻ പറ്റുന്നത്. ആൽക്കൈൽ അയഡൈഡ്, ദെൻ ആൽക്കൈൽ
ബ്രോമൈഡ്, ദെൻ ക്ലോറൈഡ്, ദെൻ ഫ്ലോറൈഡ്. ക്ലീവ് ചെയ്യാൻ എളുപ്പം ആൽക്കൈൽ ഹൈഡ്രേറ്റിനെ തന്നെയാണ്. ഏറ്റവും പെട്ടെന്ന് ക്ലീവ് ചെയ്യാൻ പറ്റുന്നത് ആൽക്കൈൽ ഹൈഡ്രേറ്റിനെ, കാരണം ഹാലജന്റെ സൈസ് കൂടുതലായതുകൊണ്ട് I- പെട്ടെന്ന് കിട്ടും. ക്ലീവ് ചെയ്യാനുള്ള എളുപ്പമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 20 അതാണ്. നോക്കിക്കോളാം. അപ്പൊ 20 ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡിലേ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് 20 ക്വസ്റ്റ്യൻ ചെയ്തോളൂ. ഞാൻ ഇനി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഡിലേ ഒരുപാട് വരുന്നത് കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് പ്ലീസ് റിപ്ലൈ വേണം. ഈ 20 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. അപ്പൊ ഞാൻ ഇനി ക്വസ്റ്റ്യൻസിന്റെ എങ്ങനെ ചെയ്യുന്നത്, പെട്ടെന്ന് ഈ സമയം ഡിലേ ആവാതിരിക്കാനായിട്ട് പെട്ടെന്ന് നമ്മൾ ചെറിയ നോട്ടുകൾ അയച്ചു തരാം. ആ നോട്ടുകൾ നോക്കിയിട്ട് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ചെറിയ നോട്ട് ഈ ക്ലാസ് കയറുന്നതിന് മുമ്പ് ഞാൻ അയച്ചു തന്നേക്കാം. ഓക്കെ ഓക്കെ സാർ. ഓക്കെ സാർ. അതുപോലെ ഒരു റൂട്ടും കൂടെ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ വന്നത്. അതായത് അടുത്ത ഹൈഡ്രോ കാർബൺ തൊട്ട് ഞാൻ റൂട്ടുകൾ പറഞ്ഞാൽ പോകുന്നത്. എക്സാമ്പിൾ ഞാനൊന്ന് പറയാം. ആൽക്കീൻ ഏതാ? ആൽക്കീൻ. അപ്പൊ ആൽക്കീന്റെ പ്രിപ്പറേഷൻ പറയുമ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് ആണുള്ളോ അത് മൊത്തം പറയും. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആൽക്കീന്റെ പ്രിപ്പറേഷനകത്ത് നമുക്കറിയാം ഹൈഡ്രേഷൻ, ആൽക്കീന്റെ ഹൈഡ്രേഷൻ, പിന്നെ റിഡക്ഷൻ, ആരൊക്കെ റിഡക്ഷൻ നടത്തിയാൽ ആൽക്കൈൽ ഹൈഡ് ആവും, പിന്നെ കോമൺ ആയിട്ട് ഗ്രിഗ്നാർഡ് റിയേജന്റിനെ ആൽക്കഹോളിനെയും ഒക്കെ എങ്ങനെ ആൽക്കൈൽ ആക്കാം, ആൽഡിഹൈഡിനെ കീറ്റോണിനെ എങ്ങനെ, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ കോമ്പൗണ്ടിനെ എങ്ങനെ ആൽക്കൈൽ ആക്കാം. ഇങ്ങനെ റൂട്ട് ഞാൻ വരച്ചിട്ട് ഞാൻ അതാ പറഞ്ഞേ, ഈ ഞാൻ ഉദ്ദേശിക്കുന്ന കോമ്പൗണ്ടിന്റെ റൂട്ട് ആദ്യമേ ഞാൻ അയച്ചു തരും കേട്ടോ. ആ അയച്ചിരിക്കുന്ന റൂട്ട് അപ്പൊ ബോഡി നോക്കി നിങ്ങൾക്ക് എഴുതണ്ട. അപ്പൊ റൂട്ട് പിന്നെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പൊ 5-10 മിനിറ്റ് എനിക്ക് ഒരു കോമ്പൗണ്ടിന് എടുക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് ആ ആൽക്കൈനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തീർത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ അടുത്ത ക്ലാസ് എപ്പം പറയുന്നോ അതിന് മുമ്പിട്ട് 2-3 കോമ്പൗണ്ടിന്റെ റൂട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ആ അയച്ചു തരുന്ന റൂട്ട് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തോ, അല്ലെങ്കിൽ ഫോണിനകത്ത് വരുന്ന എഴുതി എടുത്തിട്ടോ ഇരിക്കുക. അല്ലാതെ ഫോണും കൊണ്ട് ഇരിക്കാതിരിക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കൊണ്ട്. അപ്പൊ നിങ്ങൾ അത് എഴുതി എടുത്തിട്ടോ അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ക്ലാസ്സിൽ ഇരിക്കുക. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാവും. അപ്പൊ ഇത് ചെയ്തതിന്റെ ആൻസർ ഞാൻ ചെയ്തു തരാം. ഈ പിന്നെ അടുത്ത 5 മിനിറ്റോട് കൂടി നമ്മുടെ ക്ലാസ് കട്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കുക. അപ്പം ചെയ്യാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇനി റൂട്ട് പറയും, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന്റെ കൂടെ റൂട്ട് പറയും. എന്തായാലും ശരി, ഒരു 4 ക്ലാസ്സോട് കൂടി നമുക്ക് റൂട്ട് ഒരു ദിവസം 2-3 കോമ്പൗണ്ട് ഞാൻ പറഞ്ഞിരുന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യത്തുള്ളൂ. അപ്പൊ ആ 3 കോമ്പൗണ്ട് റൂട്ട് നിങ്ങൾക്ക് തരും. മൊത്തം ഓർഗാനിക്കിന്റെ ക്വസ്റ്റ്യന് നിങ്ങൾ നോക്കി 32 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ടെസ്റ്റ്. ആ 32-33 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറയാൻ പോകുന്നത്. 1 റൂട്ട് നിങ്ങൾ പഠിക്കുക, അതിൽ നിന്ന് നെയിം റിയാക്ഷൻ സോർട്ട് ചെയ്യുക, സ്ട്രെങ്ത് പറയുക, ഓരോ റിയാക്ഷന്റെ സ്പീഡ് റിക്കവർ ചെയ്യുക. പിന്നെ 2 ഈ കാർബോസിലിക് ആസിഡ്, അമീൻസ്, അവിടെയൊക്കെ നിങ്ങൾ സ്ട്രെങ്ത് പഠിക്കുക, ഓർഡർ പഠിക്കുക. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ ഒരുപാട് നിങ്ങൾ ടെൻഷൻ കൊടുക്കാതെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഏതാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഒറ്റ കാര്യം മനസ്സിലാക്കുക, എല്ലാ കോമ്പൗണ്ടിന്റെ റൂട്ട് ആദ്യമേ മനസ്സിലുണ്ടോ നോക്കുക. 2 നെയിം റിയാക്ഷൻസ്, അതിൽ നിന്ന് സോർട്ട് ചെയ്യുക. പിന്നെ റിലേറ്റീവ് സ്ട്രെങ്ത് പഠിക്കുക. ഈ 3 കാര്യങ്ങളല്ലാതെ ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടി മാത്രമായിട്ട് ഒരു ക്ലാസ് എടുത്തേ പറ്റത്തുള്ളൂ. ആ ഫിസിക്കൽ പ്രോപ്പർട്ടി മാത്രമായിട്ട് അരമണിക്കൂർ ക്ലാസ് മതി. കാരണം ഫിസിക്കൽ പ്രോപ്പർട്ടി മാറുന്നത് ഏതൊക്കെ ഫാക്ടർ അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതും കൂടെ വെച്ച് നോക്കുമ്പോൾ IUPAC നെയിമിനകത്ത് എനിക്ക് പറയാനുള്ളത് ബൈസൈക്ലോ കോമ്പൗണ്ടിന്റെയും സൈക്ലിക് കോമ്പൗണ്ടിന്റെ നെയിമിംഗ് കൊണ്ട് പറയാൻ, പിന്നെ ഐസോമറിസത്തിലെ ക്വസ്റ്റ്യൻസ് കൊണ്ട് ചെയ്യാൻ. അപ്പൊ അത് രണ്ടുകൂടെ ചേർന്ന് നമുക്ക് നാളെ ചെയ്യാം. പക്ഷെ അതിന് മുമ്പിട്ട് ഞാൻ അയച്ചു തരുന്ന ആൽക്കൈന്റെയും ആൽക്കൈന്റെയും റൂട്ട് ഞാൻ അയച്ചു തരും. ഒന്നുകൂടെ പറയാ, ആ റൂട്ട് അയച്ചു തരുമ്പോ അത് ഒന്നെങ്കിൽ എഴുതി എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതുകൊണ്ടിരിക്കുക. കാരണം ഇതുപോലെ സമയം പോകുന്നു. ഞാനിപ്പോ റൂട്ട് ഇവിടെ വരച്ചിട്ട് നിങ്ങൾ അത് എഴുതി എടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് സമയം പോകുന്നു. അപ്പൊ ആ റൂട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റും എളുപ്പം. അതുകൊണ്ടാണ്. ഓക്കെ, ആ റൂട്ടുകൾ പെട്ടെന്ന് അങ്ങ് ആകെ 12 കോമ്പൗണ്ട് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി തീരും. ഇങ്ങനെ ഓർഗാനിക് കെമിസ്ട്രി തീർന്നു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് പെട്ടെന്ന് ഇനോർഗാനിക്കിലേക്ക് പോകാം. ഇനോർഗാനിക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തത്തോളൂ. ഇനോർഗാനിക് പി ബ്ലോക്ക് എങ്ങനെ പഠിക്കാമെന്നുള്ളതും ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എസ് ബ്ലോക്കും ബി ബ്ലോക്കും എങ്ങനെ പഠിക്കാമെന്നുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ്? മനസ്സിലായി സർ. അപ്പം ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാണ്. നമ്മള് പിന്നെ തരുന്നത് ഒന്ന് ജസ്റ്റ് ഒന്നെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കുക, അതുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ഹൈഡ്രോ കാർബണും അതുപോലെ ഹാലോ കോമ്പൗണ്ട്, ഹാലോ അറിയും, ആൽക്കഹോൾ, ഫീനോളും എല്ലാം അത് ഒരുമിച്ച് തരണോ അതോ ഇന്ന് പഠിപ്പിക്കുന്ന ഇന്ന് രാവിലെ തന്നാൽ മതിയോ? എങ്ങനെ വേണം? എല്ലാത്തിന്റെ കോമ്പൗണ്ട് റൂട്ട് ഒരുമിച്ച് തരണോ? കേട്ടില്ല. ഒരുമിച്ച് തന്നാ മതി സാർ, അതായിരിക്കും പ്രിന്റ് എടുക്കാൻ എളുപ്പം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുമിച്ച് തരാം. അടുത്ത ക്ലാസ് എപ്പോഴാണ് സാർ പറയും. അപ്പൊ അതിനനുസരിച്ച് വരിക. ക്വസ്റ്റ്യൻസ് ചെയ്തത് നമുക്ക് വീണ്ടും വേറെ IUPAC നെയിമിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് വീണ്ടും ഇട്ട് തരാം. അത് നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് പഠിക്കുക. ഈ ഓർഗാനിക്കിനെ സംബന്ധിച്ച് നിങ്ങൾ ടെൻഷൻ ഒന്നും ആവണ്ട. അത് നമ്മളെ ഒരു 3-4 ക്ലാസ്സോട് കൂടി കോമ്പൗണ്ടോട് തീരുമ്പോൾ നിങ്ങൾക്ക് റെഡി ആയിക്കോളും. ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിക്കോളും. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അത് എന്റെ നമ്പർ അറിയാം, വിളിച്ചു വേണമെങ്കിൽ ചോദിക്കാൻ പഠിക്കുമ്പോൾ. അപ്പം ബാക്കിയുള്ള കൈനറ്റിക്സ് പിന്നെ ഫിസിക്കലും ഇനോർഗാനിക്കും വായിച്ച് പഠിക്കുക. നമുക്ക് ഓർഗാനിക് തീർക്കാം. ഫിസിക്കലും ഇനോർഗാനിക്കും നിങ്ങൾ തീർക്കുക. ഇഷ്ടംമാതിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് തീർക്കുക. അതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഫിസിക്കലും ഇനോർഗാനിക്കും തീർക്കുക. ഓർഗാനിക് സാറിങ്ങനെ പോയ അതൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ആ റൂട്ട് നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിച്ചു. ആ റൂട്ട് ഞാൻ വിചാരിച്ചതുപോലെ ആ ഓൺലൈനും സ്പീഡ് വരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് ആദ്യമേ ഞാൻ അങ്ങ് നോട്ട് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ഇന്നലെ കാർബ് കാറ്റോണ്ട് കാർബാനോണ്ടൊക്കെ സ്റ്റെബിലിറ്റി അങ്ങനെയുള്ള കേസ് നിങ്ങൾക്ക് നേരത്തെ നോട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരിക്കാനും പറ്റും. അത് നോക്കിയാണ്. അതുകൊണ്ടാണ്. അപ്പൊ അത് ഓക്കെ. ഇപ്പോഴ് 20 ക്വസ്റ്റ്യൻ ചെയ്തു. 20ന്റെ ആൻസർ നോക്കുക. ദെൻ അത് അടുത്ത ഇനി ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കാർബ് കാറ്റോണ്ട് കാർബാനോണ്ടൊക്കെ സ്റ്റെബിലിറ്റി ആണെങ്കിൽ ആദ്യം നിങ്ങൾ ആ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ഒന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് പോവുക. സ്റ്റെബിലിറ്റിയുടെ ഓർഡർ നിങ്ങളായിട്ടൊന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് പോവുക. അപ്പൊ ആ ഇരിക്കുന്ന വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നലെ തന്ന സ്റ്റെബിലിറ്റിയുടെ ഓർഡർ എടുത്ത് മുമ്പിൽ വെച്ച് ഇട്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ നോക്കുക. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ അലയിലാണ്, ബെൻസൈലാണ്, അല്ലെങ്കിൽ ടെർഷറി ആണോ, സെക്കൻഡറി ആണോ, അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടേ പിന്നെ വരുത്തുള്ളൂ. ഒരു 5-6 ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർഡർ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്ത് വെക്കോളൂ. ആദ്യമേ നിങ്ങളൊന്ന് മുമ്പിൽ എടുത്ത് വെച്ചേക്കുക ഓർഡർ. കാർബ് കാറ്റോണ്ട് ഇപ്പൊ കാർബ് കാറ്റോണ്ട് മാത്രം ക്വസ്റ്റ്യൻ സോർട്ട് ചെയ്യണമെങ്കിൽ കാർബ് കാറ്റോണ്ട് ക്വസ്റ്റ്യൻ മാത്രം ചെയ്യുക. ഒരു അരമണിക്കൂർ മതി. കാർബ് കാറ്റോണ്ട് ക്വസ്റ്റ്യൻ മാത്രം വായിച്ചു നോക്കിയിട്ട് അതിന്റെ മാത്രം, പിന്നെ കാർബാനുണ്ട്, പിന്നെ ഫ്രീ റാഡിക്കൽ, അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്താലും മതി. അപ്പൊ പെട്ടെന്ന് ആ ഒരു ടോപ്പിക്കിലെല്ലാം ചെയ്യാൻ പറ്റും. ഇനി IUPAC നെയിമിന്റെ ക്വസ്റ്റ്യൻസ് കുറെ എടുത്ത് ചെയ്ത് നോക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ ചെയ്യാം. അപ്പം അടുത്ത ക്ലാസ് എപ്പോഴാണ് സാർ പറയും, മെസ്സേജ് വരും. എല്ലാവരും നോക്കുക. IUPAC നെയിമിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. Okay, thank you. Thank you, sir. 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 Thank you, sir.